ജോയും ഞാനും അമൽജ്യോതിയിൽ ഒരുമിച്ച് മീൻസ് എൻ്റെ സീനിയർ ആയിരുന്നു, പക്ഷെ കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ചെന്നിട്ടാണ്. ഓസ്ട്രേലിയ ഇതുപോലെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് വെച്ചിട്ടാണ് കണ്ടേ. അപ്പോൾ ഏറ്റവും പ്രധാന കാരണം ഞങ്ങളുടെ ഒരു കോമൺ മിസ് ഉണ്ട്. ആ മിസ് ഞങ്ങൾ രണ്ടുപേരായിട്ടും ഭയങ്കര കാര്യമായിരുന്നു. ആ മിസ് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. ആ മിസ് ഇവിടെ ടോപ്പിക്ക് സംസാരിച്ചാണ് ഞാൻ കുറേ കോമൺ ഗ്രൗണ്ട്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. ഡാൻസ് കോമ്പറ്റീഷനുകളൊക്കെ ഒന്നിച്ച് പോകാൻ തുടങ്ങി, അങ്ങനെ കൂട്ടായി. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് മാറുകയായിരുന്നു. അത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കംഫർട്ട് സോണായിരുന്നു. സ്നേഹം അത് മാത്രമല്ല എൻ്റെ ഉള്ള തമാശക്ക് ചിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിരുന്നു. പിന്നെ ടീസ് ചെയ്യുമ്പോഴും അവൾക്ക് ഒരിക്കലും ഒഫൻഡഡ് ആവാതെ നല്ല രീതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടേക്ക് സംഭവമുണ്ട്. അപ്പോൾ എനിക്കതാണ് പിന്നീട് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് മാറിയത്. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു നമുക്ക് കല്യാണം കഴിച്ചാലോ, അപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാനാ ചോദിച്ചത്. അവൻ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിരുന്നു, കാരണം അവൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഇത് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ പറയത്തില്ലല്ലോ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അവൾക്കറിയായിരിക്കും മേ ബി. ബട്ട് കുറച്ച് കഴിഞ്ഞ ശേഷം അവൾ തന്നെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടമുണ്ടോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സപ്പോർട്ട്. അങ്ങനെയാണ് ഗ്രാജുവലി അത് സ്റ്റാർട്ടായത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ ഒക്കെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ രണ്ട് കൂട്ടുകാർക്കും വലിയ പ്രശ്നമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അമ്മയ്ക്കറിയാം ഇങ്ങനെ ഈ കുറച്ച് പാവമായിട്ടാണ് സംസാരിക്കുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിലെ കൂട്ടേയല്ല, നമ്മുടെ വീട്ടിലെ കുറച്ച് ഭീകരി പിള്ളേർ. അപ്പോൾ അവിടുത്തെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിട്ട് വീട്ടുകാർക്ക് ഹാപ്പി ആയിരുന്നു. പപ്പ ആയിട്ട് എനിക്ക് അത്രയും കൂട്ടില്ല, ഞാൻ ഒത്തിരി മുന്നിട്ടില്ല. ലോലയെന്ന് അമ്മയെ വിളിക്കണേ. ലോലയായിട്ട് നല്ല കൂട്ടാണ്. നമ്മൾ ആദ്യം തൊട്ടേ എന്നും വിളിക്കുമായിരുന്നു, മിണ്ടുമായിരുന്നു. ഭയങ്കര കൂട്ടാണ്. അനിത്യ അതെ, ഭയങ്കര സ്നേഹമാണ്, എന്നും വിളിക്കും, വർത്താനമൊക്കെ പറയും. ഭയങ്കര രസമാണ്, ഭയങ്കര ജോളി ഫാമിലിയാണ്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി. രണ്ടുപേരെ ഫാമിലി സൈഡ് രണ്ടുപേരും മീറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ ക്ലോസറായി. അവരുടെ ഫാമിലി ഭയങ്കര ചില്ല, ഭയങ്കര ഓളമാണ്. അതുപോലെ തന്നെ രണ്ടുപേരുടെ സൈഡിലും ആദ്യത്തെ കല്യാണം രണ്ട് സ്ഥലം വീടുകളിൽ. അപ്പോൾ രണ്ടുപേരും തന്നെ മധുരപ്പൂരിൽ എല്ലാം സൂപ്പർ വരുമായിട്ടാണ്. ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര അക്സെപ്റ്റിംഗ് ആയിരുന്നു. സോ അതാണ് ഒരു എക്സ്ട്രാ ആയിട്ട് തോന്നിയത് ഇപ്പോൾ മാരേജും കൊണ്ട് വന്നപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ കല്യാണത്തിലെത്തി. ഇപ്പോൾ ഈ 24th വെഡിങ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമുക്കറിയത്തില്ല പോലെയാണോ അടുത്ത ഇനിയുള്ള ജീവിതം. അതിൽ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അടുത്ത ലൈഫ് ഉണ്ടെങ്കിൽ ഇത് എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൗസ് അക്കൗണ്ട്സിനും ഓൺലൈനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കൺട്രിയിലേക്ക് ഓസ്ട്രേലിയ നമ്മൾ അവിടെയുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ലൈഫ് ബിൽഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു സപ്പോർട്ടിങ് പേഴ്സണായിട്ട് എന്നെ ഉണ്ടായത് അത് ലൈഫ് ലോങ് എൻ്റെ സപ്പോർട്ടിങ് പാർട്ണർ ആവുന്നതും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 years ആയി അറിയാവുന്നത്. എന്നുവെച്ചാൽ ഓക്കെ, എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം എന്ന തീരുമാനത്തിലോട്ടെത്തി. അങ്ങനെ ഞങ്ങൾ കെട്ടാൻ പോവാം. ഹാപ്പിയായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് ഈ ഡിസൈൻ നോക്കിയേ. അപ്പോൾ അതിട്ട് ഇങ്ങനെ റിയൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി.
ജീവിതത്തിലൊരുക്കമായി നമ്മുടെ സമ്മതമറിയുന്ന ദിവസമാണ്. പ്രത്യേകമായി ഈ ദേവാലയത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ കർമ്മങ്ങളിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വിശുദ്ധകുർബാനയും മറ്റ് ക്രമങ്ങളും നാഗരികത്വം ചെയ്യാനായിട്ട് വളരെ പ്രിയപ്പെട്ട 7 വലിയ നിയമങ്ങളുണ്ട്. വിശുദ്ധകുർബാന ലൂക്കാ സമർപ്പിച്ചതാണ്. അതുപോലെ തന്നെ തോമസ് പാത്രവയുടെ ജിയോ തൈവഴി, അലക്സ് പള്ളത്തിക്കാട്ടിൽ, ജിയോ പള്ളത്തിക്കാട്ടിൽ, ജെയിംസ് സാമ്പത്തിക, അതുപോലെ ജോലി പ്രാണി, ഇന്ത്യയിലും ഈ അനുസരണം ജീവന് പ്രത്യേകമായി ദൈവത്തിന് സമർപ്പിച്ച് വിവാഹം നാമദാശികളായിട്ട് ഒരുങ്ങാനായിട്ട് ഇതിൻ്റെ ദൈവത്തിന് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ മൊബൈൽ ഫോണുകൾ ഒത്തിരി കൊടുക്കുന്നതായിരിക്കും ദേവസ്ഥാനങ്ങളിൽ
പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ കൽപ്പനയിലാണ് എഴുതുന്നത്. ആരംഭത്തിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പഴയ കൽപ്പന തന്നെ. ആ പഴയ കൽപ്പനയാകട്ടെ നിങ്ങൾ ശ്രമിച്ച വർഷം തന്നെയാണ്. എങ്കിലും ഞാൻ എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെ കുറിച്ചാണ്. അത് അവരുടെ സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണ് പറയുകയും അതേസമയം തന്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്ന ഇപ്പോഴും അന്ധകാരത്തിലാണ്. സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവന് വിടർച്ചിട്ടുണ്ടാകുന്നില്ല. എന്നാൽ തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ്, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവന്റെ കണ്ണുകളെ അന്ധമാക്കിയാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾ
എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സമൂഹത്തിന്റെയും സഭയുടെയും മുമ്പിൽ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ എടുത്തു വയ്ക്കണം, അല്ലേ? അതിന് ഈ സഭയും ഈ സമൂഹവും ദൈവവും നിങ്ങൾക്ക് അധികാരം അനുഗ്രഹിച്ച് വരാൻ പോകുന്ന വളരെ മനോഹരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് പോകുന്നത്. വിവാഹം കഴിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു, അല്ലേ? തീരുമാനിച്ചു സംശയമാണ് ഇല്ല. നിങ്ങൾ ഒരു ദിവസത്തിന് തീരുമാനിച്ചു, അല്ലേ? കുറേ ദിവസത്തെ പ്രാർത്ഥനകളും ഒരുക്കവും ഒക്കെ ഉണ്ടാക്കിയോ? ഉണ്ടോ? ഇപ്പോൾ അല്ല, ഒരുക്കമാണ്. ഏതായാലും നിങ്ങൾ ഒരുങ്ങി വന്നിരിക്കുക. നിങ്ങളുടെ മാത്രമല്ല ഒരുങ്ങിയിരിക്കുന്നത്, നിങ്ങളുടെ മാതാപിതാക്കന്മാര് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണ അന്ന് മുതലേ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഒരുങ്ങിക്കൊണ്ടിരുന്നത്, അല്ലേ? അതെയോ? ഒരു കുടുംബജീവിതത്തിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് മക്കളെ ഇരിക്കേണ്ട അന്ന് ആ ഒരു കുഞ്ഞായിട്ട് എന്റെ കയ്യിൽ കടന്നു വീണ ആ സമയത്തൊക്കെ അവരുടെ മനസ്സിലുണ്ടായ സ്വപ്നമാണ്, മാതാപിതാക്കന്മാരുടെ സ്വപ്നമാണ് നിങ്ങളെ ഒരു വൃദ്ധമാനത്തിലേക്ക് ഏൽപ്പിക്കുക, ദൈവം തന്നിരിക്കുന്ന ശ്രേഷ്ഠമായ രീതിയിലേക്ക് എത്തിച്ചേർക്കുക എന്ന അവരുടെ ആഗ്രഹമാണ്. ശരിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ചില വിവാഹങ്ങളൊക്കെ മാതാപിതാക്കന്മാരെ അറിയാതെ അവർ ചങ്കു പൊട്ടി കരയുന്നതുകൊണ്ടാണ്. നമുക്ക് തിരഞ്ഞെടുക്കാൻ അവകാശമുള്ളതെന്ന് പറഞ്ഞ് കിടക്കുന്ന സമയം മക്കളെയാണല്ലോ അവരൊക്കെ ചിന്തിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഈ അമ്മയും അപ്പനും കഷ്ടപ്പെട്ടിരിക്കുന്ന കഷ്ടപ്പാടിലെ ഒരാഴ്ചമെങ്കിലും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുമായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു തീരുമാനമല്ലെന്ന് അവിടെ മനസ്സിലാകുമായിരുന്നു. തീർച്ചയായും നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ ദേഹപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇഷ്ടമായിരുന്നോ? ഉണ്ടോ? ചേർച്ചകളായിരുന്നോ? ഉണ്ടോ? നിന്റെ മാമിന്റെ ലേഖയുടെ മാമിനെയുള്ള ചില ചേർച്ചകൾ ഈ ജോൺ പോളിന്റെ വീട്ടിലുണ്ടോ? അല്ലെങ്കിൽ ഉണ്ടോ? കുറെ ഇഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഈ തീരുമാനത്തിലേക്ക് ഒരു സാമ്യങ്ങൾ പറയുന്നത്, ഇല്ലേ? ഉണ്ടായില്ലേ? സാമ്യങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 10 ദിവസം കഴിയാണെന്ന് 2 ദിവസം 3 ദിവസം. ഈ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ആദ്യം കാണുന്ന കാര്യം അറിയുക, നിങ്ങൾ ഇഷ്ടങ്ങളിലാണ് നിറവേറ്റുന്നെങ്കിൽ ഇഷ്ടക്കേടായിരിക്കും. അവിടെ ചെന്ന് കയറുമ്പോൾ ആദ്യം തന്നെ എന്റെ മനസ്സിനുള്ളിൽ തരുന്ന ഒരു കാര്യം അവിടുത്തെ ഇഷ്ടം. എന്റെ വീട്ടിൽ ഇതില്ലായിരുന്നു, എന്റെ വീട്ടിൽ ഇങ്ങനെയല്ല, അല്ലേ? കല്യാണം കഴിക്കുന്നത് മനസ്സിലായില്ലേ? നിങ്ങളെന്നെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലാത്ത എല്ലാ സാഹചര്യങ്ങളും ആ ഇഷ്ടം കേടുകയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇഷ്ടത്തിൽ തുടങ്ങുന്നത് ഇഷ്ടം കേടുകളിലേക്ക് എത്തിച്ചേർന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇന്ന് വരെ നിന്ന് പഠിച്ചതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ്, ജയിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്, വിജയമായിരുന്നില്ല. പക്ഷേ വിവാഹത്തിലേക്ക് വന്നു കഴിയുമ്പോഴല്ലോ നിങ്ങൾ തോൽവിയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നിനക്ക് തോക്കാൻ സാധിച്ചാൽ നിന്റെ ഭർത്താവിന്റെ മുമ്പില്, നിന്റെ അമ്മയുടെ മുമ്പില്, നിന്റെ അമ്മായിയുടെ മുമ്പില്, അമ്മായിയുടെ മുമ്പില്, നിന്റെ സഹോദരങ്ങളുടെ മുമ്പില് നിനക്ക് തോക്കാൻ പറ്റിയാൽ നിന്റെ ജീവിതം സക്സസ്സായി. ഇത് തോക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഈ തോൽവിയിലേക്ക് വരാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നീ സന്തോഷപ്രദമായ ആശ്വാസപ്രദമായ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇതൊക്കെ ഉദ്ദേശം എന്താണ്?
എന്താണെന്നറിയോ? ദൈവം തന്നിരിക്കുന്ന കൂടാരമാണ്. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർക്കാനായിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ എത്തിക്കുന്ന കൂടാരമാണ് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതമാണ്, സന്യാസ ജീവിതമാണ് ഈ കൂടാരം. ഈ കൂടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തോട് എത്തിച്ചേരാൻ സാധിക്കും. ഇത് വിദേശങ്ങളില്ല. ഇന്നൊരു കല്യാണമായ കൈവാരികളല്ല എന്നൊക്കെ ചിന്തിക്കുകയും അതിനുവേണ്ടി പാലിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ പറയാനുള്ള കാര്യമുള്ളൂ, ദൈവം തന്ന കൂടാരത്തിലൂടെ അല്ലാതെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. ദൈവം തന്ന വഴിയില്ലാതെ വേറെ വഴിയില്ല. ആ വഴിയാണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടങ്ങളുണ്ടാകാം, നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടാകാം, പക്ഷെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തില്ല. ദൈവത്തെ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ അതോടെ എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് കഴിയുമോ? ചേർന്ന് നിൽക്കാൻ നിനക്ക് കഴിയുമോ? കഴിയുമെങ്കിൽ നിന്റെ വിവാഹ ജീവിതത്തിലെ ആദ്യ പടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ നമുക്കറിയാം, വിശ്വസിച്ചതായ നമുക്ക് മാത്രം ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഒറ്റ മാർഗം വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ. അവിടുത്തെ കാഴ്ച ഒറ്റ മാർഗമല്ല. സഹനത്തിന്റെയും എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും വഴി, അവിടുത്തെ ആഹ്വാനത്തിന്റെ വഴികളൊന്നും കടന്നുപോയത്. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടുന്ന് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർക്കുന്നതല്ല. അവർക്ക് നമ്മുടെ സഹായമുണ്ടാകാം. ഒരിക്കലും നമ്മുടെ സമ്പത്തോ നമ്മുടെ ജോലിയോ നമ്മുടെ പ്രസ്ഥാനങ്ങളോ ഒന്നും ദൈവത്തിന്റെ അടുത്തോ എത്തിച്ചേരാൻ എന്നെ സഹായിക്കുകയില്ല. എന്നെ സഹായിക്കുന്നത് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ ദൈവം തരുന്ന വഴിയിലൂടെ നിങ്ങൾ ചെയ്ത് കടന്നു പോകുമ്പോൾ. അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലോകത്തിലേക്ക് തിരിച്ചു വീഴുന്ന ആദ്യത്തെ മരണമാണെങ്കിൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം. അവിടെ എനിക്ക് ശരിക്കും പഠിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ജീവിതം ഉയർപ്പിന്റെ പ്രതീതി നമുക്കുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ കഴിവുകളെ എല്ലാം അവിടെ വ്യതികരിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വലിയൊരു ജീവിതമാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എടുക്കുന്നത് ദൈവം കൂടെയുള്ള ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃപ തരുന്നുണ്ട്. പക്ഷേ കൃപ നശിപ്പിക്കാനുള്ള വഴികൾ സാധിക്കും. ഏറ്റവും കൂടുതൽ സാധിക്കുന്ന കുടുംബത്തിൽ. അതുകൊണ്ടാണ് ഡൈവോഴ്സ് കേസുകൾ ഇഷ്ടംപോലെ കല്യാണത്തെ കൂടുതൽ 3 ദിവസം വരെ മാത്രം നീടിക്കുന്ന കല്യാണങ്ങളൊക്കെ ഇന്നും ഉണ്ട്. ഞാൻ പറഞ്ഞു, കല്യാണം കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ഡിഫറൻസ് ശരിക്കും സമാനമായ കാര്യത്തിന് പോലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കും. ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ ചുമതല ഈ മക്കളെ ഈ ധീരമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകണമെന്ന് കാണിച്ചു കൊടുക്കാൻ അതൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഈ കല്യാണം 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരികെ വരാൻ വഴി പോകാനുള്ള സാധ്യതകൾ കൂടുന്നത്. അതുകൊണ്ട് നിസ്സാര കാര്യങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ മോശമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നത് മാത്രമേ കാര്യത്തിൽ സാധിക്കുള്ളൂ. യഥാർത്ഥമായ ഉപാസകരുടെ ജീവിതം തന്നെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം ദൈവമാകുന്ന പ്രശ്നമില്ല. പരിശുദ്ധ കുർബാനയോട് ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വെച്ചിട്ട് അടുത്ത ആഴ്ചയിൽ കിട്ടാൻ
ചില ചെറിയ കാര്യങ്ങളൊക്കെ എപ്പോഴും മുടങ്ങിക്കൊണ്ടിരിക്കാനും ഓക്കെ കുറെ നമ്മള് ആദ്യം ദൈവത്തോടുള്ള നിന്റെ ഇഷ്ടപ്പെട്ട ദൈവത്തോടുള്ള എന്നിട്ട് ദൈവം ക്രമീകരിക്കുന്നതാ, ദൈവം നിന്റെ ഉള്ളിൽ തോന്നിക്കുന്നതാ, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കും. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കാൻ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ചേരാൻ അതുകൊണ്ടാണ് കാലഘട്ടത്തിൽ വിശുദ്ധന്മാരെ നമ്മൾ കണ്ടെത്തുന്നത് സന്യാസികളല്ല, കുടുംബജീവിതക്കാരിൽ നിന്നാണ്. ശരിയാണ്. എന്റെ ദൈവമേ, ഇതെങ്ങനെയാണ് ഇന്നലെ കണ്ട ഈ പെണ്ണും ഇന്നലെ കണ്ട ചെറുക്കനും അവരൊന്നിച്ച് ജീവിക്കുന്നത്? അത് ഞങ്ങളെ എന്നെ സംബന്ധിച്ച് ഒത്തിരി വിഷമമാണ്. പക്ഷെ ദൈവം കൃപ കൊടുക്കുന്നത് കൊണ്ടാണ് അത് സാധ്യമാകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. ദൈവം കൃപ തരുന്നുണ്ട്. നീ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പേ ആത്മാർത്ഥമായ ഒരു ഉപസാരം കഴിഞ്ഞ് നല്ല ഉപസാരം കഴിഞ്ഞ് നാളെ കഴിയുമ്പോൾ വീഴ്ചകളും വിലയിരുത്തലുകളും ഒക്കെ പറഞ്ഞ് ആ ഉപസാരത്തിന് കിട്ടുന്നത്. അതായത് ഒരു പച്ചക്കുഞ്ഞി ജനിച്ചു വീഴുന്നത് പോലെ, ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് പോലെ തന്നെ ആയിരിക്കണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് എനിക്ക് എത്തിച്ചേരേണ്ടത്. ആത്മാർത്ഥമായ ഒരു ഉപസാരമായ അവസ്ഥ. അതുകൊണ്ട് കെട്ടും ഉപസാരത്തിന്, ആദ്യത്തെ ഉപസാരത്തിന്, അവസാനത്തെ ഉപസാരത്തിന് 3 ഉപസാരങ്ങളാണ് വിമോചനമുള്ളത്. അത് ആത്മാർത്ഥമായ ഉപസാരം ഉണ്ടായിരിക്കണം. അവിടെ കൃപകളും അതില്ലാതെ വരുമ്പോൾ അതെല്ലാം വഴികളും മോശമായി പോകും. അതുകൊണ്ട് അതിഥികളില്ല നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ചേർത്തെടുക്കാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ വെച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാതാപിതാക്കന്മാർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളൊക്കെ നല്ല കുടുംബങ്ങളായ മാതൃകാപരമായ കൃപയ്ക്ക് വേണ്ടി ഏതെങ്കിലും കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഒക്കെയുണ്ടെങ്കിൽ അവയെ വിശിഷ്ടപ്പെടുത്താൻ കഴിയാതൊക്കെ ചെയ്യാനുള്ള ഞങ്ങൾക്ക് തന്നെ കുടുംബങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ലൊരു കുടുംബ ജീവിതം കഴിച്ച് ദൈവത്തോളം സ്വന്തനായത്തോളം എത്തിച്ചേരുവാൻ ഈ മക്കളെ അവിടെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സന്തോഷത്തോടുകൂടി വിവാഹത്തിന് ദാസരെ കർത്താവേ കരുണാകരമേ വിവാഹത്തിന് ദാസരെ ഇവർ ചെയ്യുന്ന വിവാഹകാലത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കരുണാകരമേ ക്രൈസ്തവ വിശ്വാസത്തെ കർത്താവേ കരുണാകരമേ കർത്താവേ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
തിരുസഭയുടെ നടപടിയനുസരിച്ച് വിവാഹബന്ധ ഉദാശയിലൂടെ നേരെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നേഹ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹബന്ധ ഉദാശയിലൂടെ ജോപോളിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ ജോപോൾ, നേഹ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. Your
സഹായവുമായിരിക്കട്ടെ. സർവ്വത്തെയും നാഥാവിൽ നീക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. നിങ്ങളുടെ വത്സല എല്ലാ കൂട്ടുകാരുടെയും എല്ലാ ആശംസകളും ഒപ്പം സന്തോഷമായ ഉണ്ടാകട്ടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. മനസ്സിലാകുന്ന പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും ചോദിക്കുന്നത് അവർ വലിയ കാര്യവികസനത്തിൽ ദൈവത്തിന്റെ പരിപാടിയിൽ തന്റെ വചനത്താൽ സ്ഥിരപ്പെടുത്തുകയും സ്നേഹത്തിന്റെ വേദനയെ സുസ്ഥിരമാക്കുകയും കഴിവുകളാൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രഹാത്തെ സഹായിയും ദൈവം എന്ന വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിലും തീക്ഷണമായ പ്രാർത്ഥനയോട് അന്യമായ വിടുതലോടും കൂടെ വിവാഹം ആശിക്കുകയും ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിലും കുടുംബാംഗങ്ങളെയും ഇത്തരത്തിൽ എല്ലാവരെയും ദൈവം സമൃദ്ധമായി കഴിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
at the stars. Give it up and go home. Dream about your life. done bachelor's in computer science from Jyoti College of Engineering, Karanapalli, and a master's in artificial intelligence from TU University, Australia. And Joe done bachelor's in electrical engineering from Jyoti College of Engineering and master's in renewable energy from TU University, Australia. Now he's working as a service engineer late in Melbourne. So we are creating അപ്പോൾ ഹാപ്പിയല്ലേ ഇന്നത്തെ ദിവസത്തെ കണ്ടീഷനിൽ രണ്ടുപേരും നന്നായിട്ട് ചെയ്യാം. ആ മനസ്സിന് സന്തോഷം നമുക്കറിയാം. മാക്സിമം ഹാപ്പി ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും സന്തോഷത്തിൽ ഞങ്ങൾ പാർട്ടായിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫി ഇവരുടെ ഫോട്ടോ എടുത്താലോ ഒരു കൗൺസിൽ ഫോട്ടോ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ക്യാമറ. ഇന്നത്തെ ദിവസം നമ്മളൊപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളാണ്. അല്ല നിങ്ങളുടെ പപ്പമാരും അമ്മമാരുമാണ്. വെറും ചെയ്തേ ഒരുപാട് സ്നേഹത്തോടുകൂടി നേഹയുടെ പപ്പയും അമ്മയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ അനിൽ ജോസ് ആൻഡ് മിസ്സസ് സോണി അലൻ. അതേ സ്നേഹത്തോടുകൂടി ജോയുടെ പാരൻസിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ ദേവസ്യ സിറ്റി ആൻഡ് മിസ്സസ് ലോറ ജോസ്. ഇവിടെ ഈ രണ്ട് പപ്പമാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം നൽകാവോ? പപ്പാസ് ആൻഡ് അമ്മാസ്, ഇത് നിങ്ങളുടെ ചെറിയൊരു ഗിഫ്റ്റാണ്. ബിക്കോസ് ഈ ഭൂമിയിൽ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന 4 പേര് ഈ മക്കളെ 2 പേരും വളർത്തി വലുതാക്കി അവരിതൊരു പ്രോമിസ് എടുക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ സാക്ഷിയും ഈ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി പപ്പമാർക്കും അമ്മമാർക്കും ഒക്കെ ഒരു ഫോട്ടോ. 2 പപ്പമാരും 2 അമ്മമാരും നന്നായിട്ട് ചിരിക്കണം. അല്ലെങ്കിൽ ഒരു ആൽബം കാണുമ്പോൾ ചോദിക്കും എന്ത് പപ്പ ചിരിക്കാതെ എന്ത് അമ്മ ചിരിക്കാതെ മാക്സിമം ഹാപ്പി ആയിട്ട് എവരിവൺ. ഇതാണ് നമ്മുടെ ഏകയുടെയും ജോയുടെയും പപ്പമാരും അമ്മമാരും. ഇവിടെ അമ്മമാർ നല്ല ചിരി, മാക്സിമം ഹാപ്പിനെസ്. 2 അപ്പമാരും 2 അമ്മമാരും ഹാപ്പി ആയിട്ട്. നേഹയുടെ പപ്പയെ നമ്മൾ കടക്കാരെല്ലാം പരിചയമില്ല. മിസ്റ്റർ ഫാർമസിസ്റ്റ് ആണ്. 1996 മുതൽ അദ്ദേഹം ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ്. സോണി മാം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഫാർമസിസ്റ്റ് ആണ്. കടപ്പുറക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇതിനെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തോടുള്ളൊരു സ്നേഹം കൂടിയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോയുടെ പപ്പയും അമ്മയും. ജോയുടെ പപ്പ അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി മാനേജർ ഓഫ് കേരള മിനറൽ ആൻഡ് മെറ്റൽസ്. അമ്മ റിട്ടയർഡ് സീനിയർ ക്ലർക്കാണ് ഫ്രം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലൂർ. ഈ കുടുംബത്തിന് ഒരിക്കൽ കൂടി എല്ലാവരുടെ ആശംസകൾ പറയുന്നു. ഇനി ഒരിക്കൽ കൂടി ക്യാമറയിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ സിബ്ലിംഗ്സിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നേഹയുടെ സിസ്റ്റേഴ്സ് നിയ ആൻഡ് നോവ. അതേ സ്നേഹത്തോടുകൂടി തന്നെ ജോയുടെ സഹോദരിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഡോക്ടർ മേഘ. നമ്മുടെ നേഹയുടെയും ജോയുടെയും ലൈഫിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് ഇവരുടെ 3 പേരും. നിങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ വേദി കംപ്ലീറ്റ് ആകേണ്ടത്. ജോ നേഹയെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ സൈഡിൽ നിങ്ങൾ 2 പേരും ചോദിച്ചാൽ മതി. വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നേഹ ജോലി കംപ്ലീറ്റ് ആയിട്ട് അറിയുന്ന ഒരാളിവിടെ ഉണ്ട്. ഈ സഹോദരനെ വെച്ചാൽ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എവരിവൺ, ഇതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലിയുടെയും നേഹയുടെയും ഫാമിലി. ഫോട്ടോഗ്രാഫി ഇറ്റ്സ് ടൈം ഫോർ എ ഫാമിലി ഫോട്ടോഗ്രാഫ്. എൻ്റെ ഫാമിലി ഇൻ എ സിംഗിൾ ഫ്രെയിം. എവരിവൺ, നല്ലൊരു ചിരി. നേഹയും ജോയും ഈ ഫോട്ടോ സൂക്ഷിച്ചു വെക്കുന്നതായിരിക്കും. അവരുടെ ലൈഫിൽ ഏറ്റവും സ്പെഷ്യൽ ഫോട്ടോഗ്രാഫാണ്. സോ ഹാപ്പി ആയിട്ട് to the camera. Cheese. Yeah, we're catching the moment once again. Congratulations to our beautiful couple and this family. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നമുക്ക് സ്റ്റേജിൽ
നമുക്ക് ഭക്ഷണം കഴിച്ച് തുടങ്ങാവുന്നതാണ്. നമ്മുടെ ഫാമിലിയുടെ ഒരു ഹാപ്പിനെസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രിൻസ് കിച്ചണിലാണ് ഇന്നത്തെ ദിവസം ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം നോക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ ടേബിൾസ് ഫുഡ് സെർവ് ചെയ്യുന്നതായിരിക്കും. ഓഡിറ്റോറിയത്തിന്റെ പിന്നിലായിട്ട് ബൊഫയായിട്ട് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുള്ള വിവരം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഫംഗ്ഷൻസിലേക്ക് കിടക്കാം. ക്യാൻറ്റീനിലായിട്ട് സഹോദരിമാർ 3 പേരും മുമ്പിലേക്ക് കടന്നു വന്ന് തിരിതെളിച്ച് നൽകുന്നതാണ്. തങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാവരും ആശംസിക്കുകയാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേഹ ജോ ഏറ്റുവാങ്ങുന്നതായിരിക്കും. രണ്ടുപേരും ചേർന്ന് സെൻട്രൽ ഗവൺമെന്റ് തെളിയിക്കുന്നതാണ്. നേഹയുടെ പപ്പയും അമ്മയും മക്കൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെയെന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നേഹ മോനും ജോ മോനും ഒരുപാട് സ്നേഹം ആശംസകൾ അറിയിക്കുന്നു. ജോയുടെ പപ്പയും അമ്മയും ചേർന്ന് ഇത് തെളിയിക്കുന്നതായിരിക്കും. Thank you everyone. ഈ കുടുംബം ഇവരുടെ ജീവിതം എന്നും ഇതുപോലെ പ്രകാശമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Okay. അവരെ 2 പേരും കൊണ്ട് സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. ഒരു ഫാമിലിയുടെ ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്ന മൊമെന്റാണ്. പപ്പമാർ, അമ്മമാർ, സിസ്റ്റേഴ്സ് നല്ല കൈയടി കൊടുക്കണം. ഇവിടെ ഒഴിവുള്ള കാര്യങ്ങൾ നല്ലൊരു കൈയടി കൊടുക്കണം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇവർക്ക് ആശംസകൾ അറിയിക്കുകയാണ്. നേഹയും ജോയും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം ഹാപ്പിനെസ് എക്സ്പ്രസ് ചെയ്യുന്ന മൊമെന്റ് ആണ്. The happiest moment of the day. Jo, Neha, ready? Congratulations, Neha and Jo. അവർ പരസ്പരം അവരുടെ സ്നേഹം പങ്കുവയ്ക്കുകയാണ്. Prettiest moment. Wow. Jo, Neha family, Neha, Jo family പങ്കുവയ്ക്കുന്നതായി. Sisters, cheers. First cheers. Cheers. The romantic mood today. Mutually sharing. Wow. We are wishing them all the very best in their lives. So happy about this family. പപ്പയോടുള്ള സ്നേഹം, ജോയോടുള്ള സ്നേഹം, വെർച്വൽ അസോസിയേഷൻ എല്ലാ ബഹുമാനമായ വ്യക്തികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് കടന്നുവരുന്ന ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ബഹുമാനരായ നിരവധി അനവധി വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ വിഭാഗങ്ങളുടെ പേര്, എസ്പെഷ്യലി നേഹയും ജോയും വിഭാഗങ്ങളുടെ പേര് വളരെ സ്നേഹത്തോടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രിൻസ് കേറ്ററിംഗാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ആഘോഷങ്ങളുടെ ഗംഭീരമാകാൻ ഏറ്റവും അമേസിംഗ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്തു. പ്രിൻസ് കേറ്ററിംഗിന് വിഭാഗങ്ങളുടെ പേരുകൾ തന്നെ അറിയിക്കും. നമ്മുടെ നേഹയ്ക്കും ജോയ്ക്കും പ്രിൻസ് കേറ്ററിംഗിന്റെ പേരിലുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ആൻഡ് നേഹ സ്റ്റേജ് ഡെക്കറേഷൻ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സിഗ്നേച്ചർ ഇവന്റ്സ് ആണ്. നമ്മുടെ ഓരോ
ചെയ്യുകയാണ്. അനിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പട്ടണം നർത്തന സിവിലൈസേഷനിൽ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനിൽ എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ള വളരെ കാര്യങ്ങളോടുകൂടി വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. കൂട്ടാളിയായി സൗമ്യയെ കൂടി ഞങ്ങൾ എല്ലാവരും ടൂർ പോകാനൊക്കെ സാധിച്ചു. അതിലൊക്കെ വളരെ എന്തിനാണ് ഞാൻ അതിലേക്ക് നയിച്ചതും കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നത് ഒത്തിരി സന്തോഷം. സംഘടനയ്ക്ക് നൽകുന്ന സകല പിന്തുണയും ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ മുന്നിൽ കാണിക്കുന്ന ഒരു ശുശ്രാന്തി വളരെ വലുതാണ്. ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ മക്കൾ രണ്ടുപേർക്കും നേഹയ്ക്കും ജോയിക്കും എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള ജീവിതം ദൈവകൃപയിൽ ആശ്രയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിവാഹ അവകാശിയെയും കിരീടവാഴെന്ന് പറയുന്നൊരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാണ് കിരീടവാഴ നടത്തുന്നതാണ്. അതിനുശേഷമാണ് താലികെട്ട് നടക്കുന്നത്. അപ്പോൾ വൈദികൻ പറയുന്നുണ്ട്, ദൈവത്താൽ യോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ദൈവത്താൽ ഇത് പരസ്പരം യോജിപ്പിക്കുകയാണ്. അതിനെ വേർതിരിക്കുവാൻ ആർക്കും സാധ്യമല്ല. മാതാവിനോട് പിതാവിനോട് വിട്ട് പരസ്പരം വിഭജിക്കുകയാണ്. അതിന് തന്നെ ഉൽപ്പത്തി പുസ്തകങ്ങളുടെ കൃത്യമായ ഒരു ഉപദേശം ചേർക്കുന്നു. ആ ഉപദേശത്തിനകത്ത് മാതാവിനെയും വിദ്യുത്തിനെയും വിട്ടുപിരിഞ്ഞു ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്ന അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാകട്ടെ. അതിന് മാതാവും പിതാവും ഒരു കാരണവശാലും ഇടങ്ങേറുണ്ടാക്കരുതെന്നുള്ളത് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ജീവിത സൗഭാഗ്യം ഉണ്ടാകണമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിൽ പലരും പപ്പാടിയുമായിട്ട് കല്യാണം കൂടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പൊന്നു മക്കളുടെ കല്യാണം കൂടാനുള്ള അവസരം നമുക്ക് കൈവന്നു. നിങ്ങൾ 10-35 വർഷം മുമ്പ് ഹൈറേഞ്ചിൽ സൗകര്യമില്ലാത്ത കാലഘട്ടത്തിൽ നടന്നുപോയി സെൻറ് തോമസ് ഹൈസ്കൂളിൽ 88ാം ബാച്ചിലെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആൾക്കാരാണ്. ഈ മക്കളെ ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷകരമാണ്. ഒരു റീയൂണിയൻ്റെ എഫക്റ്റോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. 10-140 പഴയ സഹപാഠികളുള്ള വലിയൊരു ഗ്രൂപ്പാണ്. അതിൽ 10-35ഓളം പേരെ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. നോക്കും രണ്ടുപേർക്കും ആശംസകൾ നേരുന്നു. ജീവിതം വളരെ മനോഹരമായി സന്തോഷമായി മുന്നോട്ട് പോകട്ടെ. ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് കുടുംബത്തിൻ്റെ ബാച്ചിന് വേണ്ടി പ്രത്യേകം ആശംസകൾ നേരുന്നു. ജോൺ പോളിൻ്റെയും മനസ്സമ്മതത്തിലുമൊക്കെയും ഒത്തിരി സന്തോഷമാണുള്ളത്. എല്ലാ ആശംസകളും ഈ ദമ്പതികൾ പ്രത്യേകം നേരുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വിവാഹം ആശംസ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. സെൻറ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അനിൽ, സോണിയുടെ ബാച്ചിലുള്ളതാണ്. എൻ്റെ ബാച്ചിലെ ഏതാണ്ട് 100ഓളം ആ കാലത്തുണ്ടായിരുന്ന സഹപാഠികൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നതോടൊപ്പം മേഘയ്ക്കും ഗവൺമെൻറ്റും എല്ലാ ആശംസകളും ഞാൻ പറയുന്നത്.
ഞങ്ങളുടെ സഹോദരി സോണിയുടെ ആംഗളമാരും കസിൻസുമാണ് ലഭിച്ചിരിക്കുന്നത്. സോണിയുടെ അമ്മ പൂർവ്വത്തെ കരകോട് ഫാമിലിയാണ്. അയ്യൂർ ഫാമിലിയുടെ അംഗങ്ങളാണ്. ഇരുവർക്കും ദൈവം സമർത്ഥമായ ദീർഘായുസ്സും ആരോഗ്യം നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹവും ആശംസകളും ഭാവവും നൽകുന്നുണ്ട്. അഭിവാദ്യങ്ങളോട് നമസ്കാരം. Hold you in my heart just like a treasure, dreaming up our greatest new endeavor. Don't look back, we're on our way. Today is a good, good day. Is a good